ഹലോ, വെൽക്കം ബാക്ക് ടു ലേൺ ടിപ്സ് മലയാളം ചാനൽ. ഇംഗ്ലീഷിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരുന്നത് ചാപ്റ്റർ 4 ആൽബർട്ട് ഐൻസ്റ്റൈൻ അറ്റ് സ്കൂൾ ആയിരുന്നു. അതിന്റെ കണ്ടിന്യൂവേഷൻ, അതിന്റെ ലാസ്റ്റ് പാർട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടെ വരെയാണ് നിർത്തി എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. ഡോക്ടർ വെയിൽ, ആൽബർട്ട് ഐൻസ്റ്റൈന് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എഴുതി കൊടുക്കുന്ന ഡോക്ടർ വെയിലിന്റെ അടുത്ത് ഒരു കോൺവെർസേഷൻ ആയിരുന്നു അവിടെ നമ്മൾ നിർത്തിയിരുന്നത്. ഇനി അതിന്റെ കണ്ടിന്യൂവേഷൻ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു 6 months ഗ്യാപ്പ് നമ്മുടെ ഡിപ്ലോമയിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ആൽബർട്ട് ഐൻസ്റ്റൈന് ഡോക്ടർ വെയിൽ എഴുതി കൊടുക്കുന്നുണ്ട്, ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എഴുതി കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത്, It's nothing. I have only just stopped being a student myself, so I know how you feel. Here you are. Dr. Weil handed him the certificate and the best of luck. അപ്പോൾ ഡോക്ടർ ചോദിക്കുന്നുണ്ട്, 6 months എന്ന കാലാവധി മതിയാകുമോ, ആൽബർട്ട് ഐൻസ്റ്റൈന് മതിയാകുമോ എന്ന് ചോദിക്കുമ്പോൾ ആൽബർട്ട് ഐൻസ്റ്റൈൻ പറയുന്നുണ്ട്, ഒരുപാട് നന്ദിയുണ്ട് എന്ന് പറയുമ്പോൾ ഡോക്ടർ പറയും, അതൊന്നും കുഴപ്പമില്ല, ഞാനിപ്പം സ്റ്റുഡൻ്റ് എന്ന പദവിയിൽ നിന്ന് മാറിയതേ ഉള്ളൂ. നമ്മൾ ഓൾറെഡി ഇതിനകത്ത് പറഞ്ഞല്ലോ, ഡോക്ടറിന്റെ ഫസ്റ്റ് പേഷ്യന്റ് തന്നെ ചിലപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റൈൻ ആയിരിക്കുമെന്ന് യൂറി ആൽബർട്ടിനോട് പറയുന്നതായിട്ട് നമ്മൾ നേരത്തെ കണ്ടു. അതുകൊണ്ട് തന്നെ നമുക്കറിയാം മെഡിക്കൽ സ്റ്റുഡൻ്റ് ആയിരുന്നു ഡോക്ടർ നേരത്തെ. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റിനുണ്ടാകുന്ന ബുദ്ധിമുട്ടും വേദനയൊക്കെ ഈ ഡോക്ടറിന് മനസ്സിലാവുമെന്ന് ഡോക്ടർ ആൽബർട്ടിനോട് പറയുകയാണ്. എങ്ങനെ ഒരു കുട്ടിക്ക് അത് ഒരു സ്റ്റുഡൻ്റ് ആയിട്ടിരിക്കുമ്പോൾ എങ്ങനെ അത് ഫീൽ ചെയ്യും, ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ എങ്ങനെ അത് ഫീൽ ചെയ്യുന്നൊക്കെ ഡോക്ടറിന് അറിയാമെന്ന് ഡോക്ടർ ആൽബർട്ടിനോട് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഡോക്ടർ വെയിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആൽബർട്ടിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഒരു ബെസ്റ്റ് ഓഫ് ലക്ക് ഒക്കെ പറയും. അപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റൈൻ ചോദിക്കും, ഹൗ മച്ച്, എത്രയായി എന്ന് ചോദിക്കും. ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് തന്നതിന് എത്ര രൂപയായി? നത്തിങ്. ഇഫ് യു ഹാവ് എനിത്തിങ് ടു സ്പെയർ ഇൻവൈറ്റ് യൂറി ടു എ മീൽ. അപ്പോൾ ഡോക്ടർ പറയും, ഒന്നും വേണ്ട, എന്തെങ്കിലും പൈസ ചെലവഴിക്കാനുണ്ടെങ്കിൽ യൂറിക്ക് ഒരു മീൽ മേടിച്ചു കൊടുക്കണമെന്ന് പറയും. ഹി ഈസ് എ ഗുഡ് ഫ്രണ്ട് ഓഫ് മൈൻ ആൻഡ് യുവേഴ്സ് ടു, ഐ തിങ്ക്. എന്നിട്ട് ഡോക്ടർ പറയും, യൂറി എൻ്റെ വളരെ നല്ലൊരു കൂട്ടുകാരനാണ്, നീ ആൽബർട്ടിൻ്റെയും കൂട്ടുകാരനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയും. ആൽബർട്ട് ഹാഡ് നോ മണി ടു സ്പെയർ ബട്ട് ഹി പ്രിറ്റൻഡഡ് ഹി ഹാഡ് ആൻഡ് ടുക്ക് യൂറി ഔട്ട് ടു സപ്പർ. ആൽബർട്ടിൻ്റെ കയ്യിൽ ചിലവഴിക്കാൻ അങ്ങനെ പൈസയൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ ഉണ്ടെന്ന രീതിയിൽ തന്നെ യൂറിനെ കൊണ്ടുപോയി ഒരു സപ്പറൊക്കെ മേടിച്ചു, ഒരു ഫുഡ്, ഒരു മീലൊക്കെ മേടിച്ചു കൊടുത്തു. Isn't it wonderful, he said after showing Yuri the certificate. അപ്പോൾ ആൽബർട്ട് യൂറിനെ കണ്ടിട്ട് ആ സർട്ടിഫിക്കറ്റ് കാണിച്ചിട്ട് പറയും, ഇത് ശരിക്കും വളരെ നല്ലതായിട്ടില്ലേ, ഈ സർട്ടിഫിക്കറ്റ് വളരെ നല്ലതല്ലേ? യെസ്, ഇറ്റ്സ് ഫൈൻ, യൂറി അഗ്രീഡ്. അപ്പോൾ യൂറി പറയും, നന്നായിട്ടുണ്ട് എന്ന് പറയും. 6 months is a good period. This way you won't actually be leaving the school, so if the worst comes to the worst, you will be able to come back and carry on for your diploma. അപ്പോൾ യൂറി പറയും, 6 months എന്ന് പറയുന്നത് ഒരു വളരെ നല്ലൊരു കാലാവധിയാണ് ഡോക്ടർ തന്നത്. കാരണം നിനക്കിപ്പോൾ നീ വിചാരിക്കുന്ന പോലെ ഈ സ്കൂളിൽ നിന്ന് നീ വിട്ടുപോയിട്ട് അവിടെ ഈ ചെല്ലുന്ന സ്ഥലത്ത് നിനക്ക് വളരെ മോശപ്പെട്ട ഒരു അനുഭവം ഉണ്ടാവുകയാണെങ്കിൽ നീ 6 മാസം കഴിഞ്ഞിട്ട് നിനക്ക് ഇവിടെ വന്നിട്ട് ഈ ഡിപ്ലോമ കണ്ടിന്യൂ ചെയ്യാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇതൊരു വളരെ നല്ല കാര്യമാണെന്ന് യൂറി ആൽബർട്ടിനോട് പറയുന്നുണ്ട്. ഐ വിൽ നെവർ ഗോ ബാക്ക് ടു ദാറ്റ് പ്ലേസ്, ആൽബർട്ട് അഷ്യൂർഡ് ഹിം. ആൽബർട്ട് തറപ്പിച്ച് പറഞ്ഞു, ഞാൻ ഇനിയും തിരിച്ച് ആ കോളേജിലേക്ക് അല്ലെങ്കിൽ സ്കൂളിലേക്ക് ഞാൻ ഇനിയും പോവില്ല, എനിക്ക് അവിടെ ഡിപ്ലോമ കംപ്ലീറ്റ് ചെയ്യാൻ ഞാൻ ഇനി ആ സ്കൂളിലേക്ക് പോവില്ല എന്ന് പറയും. I am going to take the certificate to the head teacher tomorrow and that will be the end of it. എന്നിട്ട് ആൽബർട്ട് പറയും, ഞാൻ ഈ സർട്ടിഫിക്കറ്റുമായിട്ട് നാളെ ഹെഡ് ടീച്ചറിൻ്റെ അടുത്ത് പോകും, എന്നിട്ട് ഞാൻ അവിടെ കൊണ്ട് ഇതെല്ലാം അവസാനിപ്പിക്കുമെന്ന് പറയും. Don't forget to get a reference in writing from your mathematics teacher first, Yuri reminded him. അപ്പോൾ യൂറി പറയുന്നുണ്ട്, നീ മറക്കാതെ നിന്റെ മാത്തമാറ്റിക്സ് ടീച്ചറിന്റെ കയ്യിൽ നിന്ന് ഒരു റെഫറൻസ് ലെറ്റർ വാങ്ങിക്കണം എന്ന് പറയുന്നുണ്ട്. മിസ്റ്റർ കോച്ച് വില്ലിംഗ്ലി ഗീവ് ആൽബർട്ട് ദി റെഫറൻസ് ഹി വാണ്ടഡ്. അപ്പോൾ മിസ്റ്റർ കോച്ചാണ് നമ്മുടെ ആൽബർട്ടിന്റെ മാത്തമാറ്റിക്സ് ടീച്ചർ. ആൽബർട്ടിന് വേണ്ട രീതിയിലുള്ള ഒരു റെഫറൻസ് ലെറ്റർ കൊടുക്കാൻ മിസ്റ്റർ കോച്ച് തയ്യാറായിരുന്നു. ഇഫ് ഐ സേ ഐ കാൺ ടീച്ച് യു എനിമോർ ആൻഡ് പ്രോബബ്ലി
You will soon be able to teach me. Will that be all right? He asked. മിസ്റ്റർ കോച്ച് എന്നിട്ട് ആൽബർട്ടിനോട് പറയാണ്, ഇപ്പം ഞാൻ നിന്നെ പഠിപ്പിക്കുന്നത് നിർത്തിയാൽ നീ പതിയെ ഉടനെ തന്നെ നീ ചിലപ്പോൾ എന്നെ പഠിപ്പിച്ചു തുടങ്ങും. അങ്ങനെ എഴുതിയാൽ മതിയോ? അത് മതിയാകുമോ എന്ന് മിസ്റ്റർ കോച്ച് ആൽബർട്ടിനോട് ചോദിക്കുന്നുണ്ട്. ദാറ്റ്സ് സെയിം ടു മച്ച് സർ, സെഡ് ആൽബർട്ട്. അത് വളരെ കൂടുതലാണ് സർ, ഇങ്ങനെയൊക്കെ പറയുന്നത് ഭയങ്കര കൂടുതലായിപ്പോയി എന്ന് ആൽബർട്ട് പറയുന്നുണ്ട്. ഇറ്റ്സ് ഓൺലി ദ ട്രൂത്ത്, ബട്ട് ഓൾ റൈറ്റ്, ഐ വിൽ പുട്ട് ഇറ്റ് മോർ സീരിയസ്ലി. അപ്പോൾ മിസ്റ്റർ കോച്ച് പറയും, ഞാൻ പറഞ്ഞത് തന്നെ സത്യം, കുഴപ്പമില്ല, ഞാനിത് സീരിയസ് ആയിട്ട് തന്നെ എഴുതിക്കോളാം എന്ന് പറയും. ഇറ്റ് വാസ് സ്റ്റിൽ എ ഗ്ലോയിങ് റെഫറൻസ് ആൻഡ് മിസ്റ്റർ കോച്ച് made the point that Albert was ready immediately to enter a college or institute for the study of higher mathematics. ആ ലെറ്ററിൽ മിസ്റ്റർ കോച്ച് എഴുതിയിരുന്നത് ആൽബർട്ട് ഉടനെ തന്നെ ഒരു കോളേജിലോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലോ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു അഡ്മിഷൻ കൊടുക്കാം എന്ന് പറഞ്ഞ രീതിയിലാണ്. ഒരു ഹയർ മാത്തമാറ്റിക്സ് പഠിക്കാൻ വേണ്ടിയിട്ട്, ഹയർ രീതിയിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു അഡ്മിഷൻ കൊടുക്കാം എന്ന രീതിയിലാണ് മിസ്റ്റർ കോച്ച് ഒരു റെഫറൻസ് ലെറ്റർ എഴുതുന്നത്. ഐ എം സോറി യു ആർ ലീവിങ് അസ്, ഓൾദോ യു ആർ വേസ്റ്റിംഗ് യുവർ ടൈം ഇൻ മൈ ക്ലാസ്, ഹി സെഡ്. എന്നിട്ട് മിസ്റ്റർ കോച്ച് പറയുന്നുണ്ട്, നീ ഞങ്ങളെ ഇവിടുന്ന് വിട്ടിട്ട് പോവല്ലേ, പക്ഷേ നീ ഇപ്പോൾ നിന്റെ സമയം നീ എൻ്റെ ഈ ക്ലാസ്സിൽ നിന്ന് കളയുന്നുണ്ട് എന്ന് പറഞ്ഞ് മിസ്റ്റർ കോച്ച് അവിടെ നിൽക്കുകയാണ്. ഇറ്റ്സ് ഓൾമോസ്റ്റ് ദ ഓൺലി ക്ലാസ് where I am not wasting my time, said Albert. അപ്പോൾ ആൽബർട്ട് പറയുന്നുണ്ട്, എൻ്റെ ടൈം വേസ്റ്റ് ആവുന്നില്ല എനിക്ക് എന്ന് തോന്നിയ ഒരേ ഒരു ക്ലാസ് സാറിൻ്റെ ക്ലാസ് ആയിരുന്നു എന്ന്. ബട്ട് ഹൗ ഡിഡ് യു നോ ഐ എം ലീവിങ് സർ? എന്നിട്ട് ആൽബർട്ട് ചോദിക്കും, എങ്ങനെ സാറിന് മനസ്സിലായി ഞാൻ ഇവിടുന്ന് വിട്ടു പോവാമെന്ന് സാറിന് എങ്ങനെ മനസ്സിലായി എന്ന് ചോദിക്കും. യു വുഡന്റ് ഹാവ് ആസ്ക്ഡ് മീ ഫോർ ദിസ് റെഫറൻസ് അതർവൈസ്, ഐ തോട്ട് യു വുഡ് വണ്ടർ. എങ്ങനെ ഞാൻ ഇവിടുന്ന് പോകുന്നു എന്ന് ചോദിച്ചപ്പോൾ മിസ്റ്റർ കോച്ച് പറഞ്ഞത്, ആൽബർട്ട് ഇവിടെ നിന്ന് പോകുന്നില്ലായിരുന്നെങ്കിൽ ഒരു റെഫറൻസ് ലെറ്റർ എൻ്റെ കയ്യിൽ നിന്ന് എഴുതി വാങ്ങില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. There is nothing to wonder about, Einstein. I knew you were going to leave before you knew yourself. എന്നിട്ട് മിസ്റ്റർ കോച്ച് പറയുന്നുണ്ട്, എനിക്ക് ഇതിൽ അതിശയമായിട്ടൊന്നും തോന്നില്ല, നീ ആരെന്ന് തിരിച്ചറിയുന്നതിന് മുമ്പായി തന്നെ നീ ഇവിടെ നിന്ന് വിട്ടു പോകുമെന്ന് എനിക്ക് നന്നായിട്ട് ഉറപ്പുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആൽബർട്ട് വാസ് പസിൽഡ്. വാട്ട് ഡിഡ് ദ ടീച്ചർ മീൻ? ആൽബർട്ട് അതൊക്കെ കേട്ടിട്ട് ഭയങ്കര സംശയിച്ചിങ്ങനെ നിന്നു. എന്താണ് ടീച്ചർ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായില്ല. He soon found out. Before he had a chance to ask for an interview with the head teacher, he was summoned to the head's room. ഉടനെ തന്നെ ഒരു സമൻസ് വരുന്നുണ്ട് ആൽബർട്ടിന് ഹെഡ് ടീച്ചറിന്റെ റൂമിലേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട്. വെൽ, ഇറ്റ് സേവ്സ് മീ ദ ട്രബിൾ ഓഫ് ഹാവിംഗ് ടു വെയിറ്റ് an hour or two outside, he thought. അപ്പം ആൽബർട്ട് ചിന്തിക്കുന്നുണ്ട്, ഹെഡ് ടീച്ചറിനെ കാണണമെങ്കിൽ കുറേ മണിക്കൂറത്തെ കാര്യമാണ്, കുറേ നേരം വെയിറ്റ് ചെയ്യണം. ഇതായി കഴിയുമ്പോൾ എനിക്കൊന്നും വെയിറ്റ് ചെയ്യണ്ട, എനിക്ക് നേരത്തെ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ കാണാൻ പറ്റും എന്നൊരു പ്രതീക്ഷയിൽ ഇങ്ങനെ ആൽബർട്ട് നിൽക്കുവാണ്. He hardly bothered to wonder why he had been sent for, but vaguely supposed he was to be punished again for bad work and laziness. Well, he had finished with punishments. അപ്പോൾ ഇങ്ങനെ ഹെഡ് ടീച്ചറിന്റെ റൂമിലേക്ക് വിളിക്കുന്നതിന് മുമ്പായിട്ട് ആൽബർട്ട് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എന്തിനായിരിക്കും എന്നെ അങ്ങോട്ടേക്ക് വിളിച്ചത്? ഇനി ഒരു പണിഷ്മെന്റും കൂടെ തരാനാണോ എന്ന്. കാരണം ഇതൊരു സ്ഥിരം കാര്യമായിരുന്നു ആൽബർട്ടിന്. എപ്പോഴും പണിഷ്മെന്റും അദ്ദേഹത്തിന്റെ ഓരോ ലേസിനെസ് കാരണം എപ്പോഴും പണിഷ്മെന്റ് കൊടുത്തുകൊണ്ടിരുന്നത്. ഐ എം നോട്ട് ഗോയിങ് ടു പണിഷ് യു, ദ ഹെഡ് ടീച്ചർ സെഡ് ടു ആൽബർട്ട്സ് സർപ്രൈസ്. ആൽബർട്ട് ഇങ്ങനെ സംശയത്തോടെ നിന്നപ്പോൾ ഹെഡ് ടീച്ചർ പറഞ്ഞു, ഞാൻ ഇനിയും നിന്നെ പണിഷ് ചെയ്യാൻ വേണ്ടി വിളിച്ചതല്ല. Your work is terrible and I am not prepared to have you here any longer. Einstein, I want you to leave the school now. അപ്പോൾ ഹെഡ് ടീച്ചർ പറയാണ്, നിന്റെ വർക്കൊക്കെ ഭയങ്കര ടെറിബിൾ ആണ്, ഇനി എനിക്ക് നിന്നെ ഇവിടെ ഈ സ്കൂളിൽ കണ്ടിന്യൂ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ട് നീ ഇപ്പം ഈ സ്കൂളിൽ നിന്ന് ഇറങ്ങണമെന്ന് ഹെഡ് ടീച്ചർ ഐൻസ്റ്റൈനോട് പറയുന്നുണ്ട്. ലീവ് സ്കൂൾ നൗ, റിപ്പീറ്റഡ് ആൽബർട്ട് ഡേസ്ഡ്. അപ്പോൾ ആൽബർട്ട് അതിശയത്തോടെ പറയാന്, ലീവ് സ്കൂൾ, ഞാൻ ഇപ്പം തന്നെ ഈ സ്കൂളിൽ വിട്ട് പോവാനോ? ദാറ്റ് ഈസ് വാട്ട് ഐ സെഡ്.
You mean, said Albert, that I am to be expelled? അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐൻസ്റ്റീൻ അദ്ദേഹത്തിൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റിൽ ഇവിടെ നിന്ന് പോകാൻ വേണ്ടിയിട്ടാണ് തയ്യാറായത്. പക്ഷേ ഒരു ഹെഡ് ടീച്ചർ അവിടെ നിന്ന് എക്സ്പെൽ ചെയ്ത് വിടുന്നതും തനിയെ ഇറങ്ങിപ്പോകുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്, നമുക്കറിയാം. അപ്പോൾ അങ്ങനെ ഒരു എക്സ്പെൽഷനാണ് ഇവിടെയും സംഭവിച്ചത്. എന്തിനാണെന്നോ ഒരു കാരണവുമില്ലാതെ എക്സ്പെൽ ചെയ്യുവാണെന്നാണ് ഹെഡ് ടീച്ചർ പറയുന്നത്. യു ക്യാൻ ടേക്ക് ഇറ്റ് that way if you wish, Einstein. The head teacher was not mincing words. The simplest thing will be for you to go of your own accord and then the question won't arise. അപ്പോൾ ഹെഡ് ടീച്ചർ പറയുന്നുണ്ട്, നിനക്ക് എങ്ങനെ വേണേലും എടുക്കാം, ഞങ്ങൾ നിന്നെ പുറത്താക്കിയതായിട്ടോ അല്ലെങ്കിൽ നീ നിന്റെ സ്വന്തം ഇഷ്ടത്തിൽ പോകുന്നതായിട്ടോ എങ്ങനെ വേണേലും എടുക്കാം. ഏറ്റവും എളുപ്പമായ കാര്യം നീ നിന്റെ സ്വന്തം ഇഷ്ടത്തിൽ ഇറങ്ങിപ്പോകുന്നതായിട്ടായിരിക്കും. കാരണം മറ്റുള്ളവർ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. ബട്ട് സെഡ് ആൽബർട്ട്, വാട്ട് ക്രൈം ഹാവ് ഐ കമ്മിറ്റഡ്? എന്നിട്ട് ആൽബർട്ട് ചോദിക്കുന്നുണ്ട്, എന്നെ ഇങ്ങനെ ഒരു എക്സ്പെൽ ചെയ്തു വിടാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് കുറ്റമാണ് ചെയ്തത്? Your presence in the classroom makes it impossible for the teacher to teach and for the other pupils to learn. അപ്പോൾ ആൽബർട്ടിനോട് പറയുകയാണ്, നീ ക്ലാസ് റൂമിലിരിക്കുമ്പോൾ പഠിപ്പിക്കുന്ന ടീച്ചറിനും മറ്റുള്ള സ്റ്റുഡൻസിനും, അതർ പ്യൂപ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻസ്, മറ്റുള്ള സ്റ്റുഡൻസിനും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് പഠിക്കുവാൻ തന്നെ. യു റെഫ്യൂസ് ടു ലേൺ, യു ആർ ഇൻ കോൺസ്റ്റന്റ് റെബിലിയൻ ആൻഡ് നോ സീരിയസ് വർക്ക് ക്യാൻ ബി ഡൺ വൈൽ യു ആർ ദെയർ. എന്തെങ്കിലും ഒരു സീരിയസ് ആയിട്ടുള്ള കാര്യം പോലും നീ അവിടെ ഉള്ളപ്പോൾ ആ ക്ലാസ് റൂമിൽ ചെയ്യാൻ പറ്റില്ല. സോ നീ അവിടെ നിന്ന് മാറണം. ആൽബർട്ട് ഫെൽറ്റ് the medical certificate almost burning a hole in his pocket. ആൽബർട്ടിന് ആ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് പോക്കറ്റിൽ ഇരുന്നിട്ട് ഉരുകുന്ന പോലെ തോന്നി. കാരണം അത് ഉണ്ടായിട്ടും ഒരു കാര്യവുമില്ലാതെ പോയി. ആൽബർട്ടിനെ അല്ലാതെ തന്നെ എക്സ്പെൽ ചെയ്ത് വിടുന്ന രീതിയിലായി. ഐ വാസ് ഗോയിങ് ടു ലീവ് എനിവേ, ഹി സെഡ്. എന്നിട്ട് ഐൻസ്റ്റീൻ പറയുന്നുണ്ട്, ഞാൻ എന്തായാലും ഈ സ്കൂൾ വിട്ട് പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുമായിരുന്നു. ദെൻ വി ആർ ഇൻ എഗ്രിമെന്റ് അറ്റ് ലീസ്റ്റ്, ഐൻസ്റ്റൈൻ, the head said. അപ്പോൾ ഹെഡ് ടീച്ചർ പറയുന്നുണ്ട്, ഓക്കെ നീ അങ്ങനെ പോകുവാന്ന് തീരുമാനിച്ചായിരുന്നെങ്കിൽ ഓക്കെ, അത് അപ്പോൾ ഒരു എഗ്രിമെന്റിൽ നമ്മൾ മ്യൂച്വൽ എഗ്രിമെന്റിൽ നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുകയാണ് എന്ന് പറയും. ഫോർ എ മൊമെന്റ് ആൽബർട്ട് വാസ് ടെംപ്റ്റഡ് ടു ടെൽ ദ മാൻ വാട്ട് ഹി തോട്ട് ഓഫ് ഹിം ആൻഡ് ഓഫ് ഹിസ് സ്കൂൾ. കുറച്ച് നേരത്തേക്ക് ആൽബർട്ടിനൊക്കെ അങ്ങ് ടെംപ്റ്റഡ് ആയി, ഒരുപാട് അങ്ങ് ദേഷ്യം കയറിയിട്ട് ഈ സ്കൂളിനെ പറ്റിയും ഈ ഹെഡ് ടീച്ചറിനെ പറ്റിയിട്ടും എന്തൊക്കെയാണ് ആൽബർട്ട് മനസ്സിൽ വിചാരിച്ചിരുന്നത് എന്നൊക്കെ പൊട്ടിത്തെറിച്ച് പറയണമെന്ന് തോന്നി. പക്ഷേ ദെൻ ഹി സ്റ്റോപ്ഡ് ഹിംസെൽഫ്. പക്ഷെ ഒന്നും പറയാതെ എല്ലാം മനസ്സിലടക്കി ഒന്നും മിണ്ടാതെ നിന്നു. വിതൗട്ട് അനദർ വേർഡ്, ഹോൾഡിംഗ് ഹിസ് ഹെഡ് ഹൈ, ഹി സ്റ്റോക്ക്ഡ് ഔട്ട്. അപ്പോൾ ഐൻസ്റ്റീൻ ഒന്നും മിണ്ടാതെ അദ്ദേഹത്തിൻ്റെ തല ഉയർത്തി തന്നെ അതുവഴി നടന്നുപോയി. ഒന്നും പറയാതെ അവിടുന്ന് ഇറങ്ങിപ്പോയി. ഷട്ട് ദ ഡോർ ആഫ്റ്റർ യു, ഷൗട്ടഡ് ദി ഹെഡ്. അപ്പോൾ ഹെഡ് ടീച്ചർ പറഞ്ഞു, നിന്റെ മുമ്പിലുള്ള ഡോറ് അടച്ചിട്ട് പൊക്കോണം എന്ന് പറഞ്ഞു. ആൽബർട്ട് ഇഗ്നോർഡ് ഹിം. അതൊന്നും മൈൻഡ് ചെയ്യാതെ, ഹെഡ് ടീച്ചർ പറഞ്ഞതൊന്നും മൈൻഡ് ചെയ്യാതെ ആൽബർട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഹി വാക്ക്ഡ് സ്ട്രെയിറ്റ് ഓൺ ഔട്ട് ഓഫ് ദ സ്കൂൾ വെയർ ഹി ഹാഡ് സ്പെൻഡ് 5 miserable years without turning his head to give it a last look. അപ്പോൾ ഐൻസ്റ്റീന് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് തലയൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. 5 വർഷം അവിടെ പഠിച്ചിട്ടും ആ സ്കൂളിനോടോ അവിടുത്തെ സറൗണ്ടിങ്സിലോടോ ഒന്നും ഒരു താല്പര്യവും ഐൻസ്റ്റീന് തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഇറങ്ങുമ്പം ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ പോലും ഐൻസ്റ്റീന് മനസ്സ് വന്നില്ല. ഹീ കുഡ് നോട്ട് തിങ്ക് ഓഫ് എനി വൺ ഹീ വാണ്ടഡ് ടു സേ ഗുഡ് ബൈ ടു. അങ്ങനെ ഗുഡ് ബൈ പറഞ്ഞു പോകാനോ ഒന്നും ആൽബർട്ടിന് തോന്നിയില്ല. അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല താനും. ഇൻഡീഡ് യൂറി വാസ് ഓൾമോസ്റ്റ് ദ only person in Munich he felt like seeing before he left the town he had come to hate almost as much as the school. അപ്പോൾ ഐൻസ്റ്റീന് ഈ ടൗൺ വിടുന്നതിന് മുമ്പായിട്ട് ഒരേ ഒരാളെ കാണണമെന്നേ ഉള്ളായിരുന്നു. ഈ മ്യൂണിക്ക് വിടുന്നതിന് മുമ്പായിട്ട് മ്യൂണിക്കിൽ ഐൻസ്റ്റീന് കൂട്ടായിട്ടിരുന്ന ഒരേ ഒരാളാണ് യൂറി. അപ്പോൾ യൂറിയോട് മാത്രം ഗുഡ് ബൈ പറയണമെന്ന് ഉണ്ടായിരുന്നു.
Elsa was back in Berlin and he had no other real friends. അപ്പോൾ എൽസ നമുക്കറിയാം, എൽസ തിരിച്ച് ബെർലിനിലേക്ക് പോയി. ഈ എൽസയും യൂറിയും അല്ലാതെ വേറൊരു ഫ്രണ്ട്സ് ഉണ്ടായിരുന്നില്ല. എൽസ പോയത് കൊണ്ട് തന്നെ യൂറി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഗുഡ് ബൈ പറയാനായിട്ട്. ഗുഡ് ബൈ ആൻഡ് ഗുഡ് ലക്ക് said Yuri when he left. You are going to a wonderful country, I think. I hope you will be happier there. അപ്പോൾ യൂറി ഒരു വിഷൊക്കെ പറയുന്നുണ്ട്. നീ നന്നായിട്ട് പോയി വാ, നിനക്ക് അവിടെ ചെല്ലുമ്പോൾ നീ നല്ലൊരു കൺട്രിയിലേക്കാണ് പോകുന്നത്, നിനക്ക് അവിടെ ചെല്ലുമ്പോൾ നല്ലത് തന്നെ സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, നീ അവിടെ സന്തോഷമായിട്ടിരിക്കെ എന്ന് പറഞ്ഞ് യൂറി ഐൻസ്റ്റീനെ ഗുഡ് ബൈ പറഞ്ഞ് വിടുന്നതാണ്. സോ അങ്ങനെ നമ്മുടെ ആൽബർട്ട് ഐൻസ്റ്റീൻ അറ്റ് സ്കൂൾ എന്ന് പറയുന്ന ചാപ്റ്റർ ഇവിടെ തീരുകയാണ്. ഐൻസ്റ്റീൻ സ്കൂളിൽ പഠിച്ചതും അതേപോലെ അവിടെ ഉണ്ടായ എക്സ്പെൽഷൻ, എന്തിനാണ് എക്സ്പെൽ ചെയ്തതും എന്നും എല്ലാം നമ്മൾ പഠിച്ചിരിക്കുകയാണ്. ഈ ചാപ്റ്ററിനെ പറ്റി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ വന്ന് കമൻറ്റ് ചെയ്താൽ മതി. അതിനുള്ള റിപ്ലൈ നമ്മൾ തരുന്നതായിരിക്കും. എന്തെങ്കിലും ഫർദറായിട്ട് ക്ലാസ്സിൽ ഇംപ്രൂവ്മെൻറ്റ് വേണമെങ്കിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവാത്ത രീതിയിൽ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ തയ്യാറാണ്. ഫ്രണ്ട്സിനെല്ലാം ഈ ചാനൽ പറഞ്ഞു കൊടുക്കുക, അവർക്കും യൂസ്ഫുൾ ആയിക്കോട്ടെ. ഇനിയുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ വരാനായി സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ചാപ്റ്ററുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ആൻഡ് താങ്ക് യു.